മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജന്നത്താക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്, വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. 5 ചെറിയ കുഞ്ഞുങ്ങളുണ്ടെന്നാണ് പറയപ്പെട്ടത്. ഒരു ചെറിയൊരു കുട്ടി 3 മാസം 6 മാസമോ ആയ ചെറിയൊരു കുട്ടിയുണ്ട് എന്ന് കേൾക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ ആ കരച്ചിലും അതൊക്കെ കണ്ട് നമ്മുടെ ഹൃദയവും പൊട്ടിപ്പോയി. വലിയൊരു ബേജാറിന്റെയും ഒരു സങ്കടത്തിന്റെ ഒരു രംഗമായിരുന്നു. മാത്രമല്ല വലിയൊരു പിസപ്പാടിന്റെ ഒരു മഹബത്തിന്റെ ഒരു വ്യക്തിയായിരുന്നു. ആരെ കണ്ടാലും ഒരു പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ പെരുമാറുന്ന, വാത്സല്യത്തോടു കൂടി പെരുമാറുന്ന, ഏത് വീട്ടിൽ മരിച്ചാലും ആ മരിച്ച വീട്ടിൽ ചൊല്ലുകയും അവിടെ ഒരു സാധാരണക്കാരനെ പോലെ മയ്യത്ത് പരിപാലനത്തിൽ ഇടപെടുകയും, ഒരു മൗലിദിന്റെ സദസ്സിൽ പോയാൽ അവിടെയും ഒരു സാധാരണക്കാരനെ പോലെ എല്ലാ പണികളും എടുത്തുകൊണ്ട് അവിടുത്തെ ഖിദ്മത്ത് എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ഒരു സ്വഭാവത്തിന്റെ ആളായിരുന്നു. ഞാനൊരു മുദരിസാണ്, ഞാൻ ഖതീബാണ് എന്നുള്ള ആ ഒരു ഹുങ്ക് ഒന്നും കാണിക്കാതെ സാധാരണക്കാരിൽ സാധാരണക്കാരെ പോലെ മരണ വീടുകളിലും കല്യാണ വീടുകളിലും ഒക്കെ ഖിദ്മത്ത് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനായിരുന്നു മുഹമ്മദ് ഫാദിലി ഉസ്താദ് അവറുകൾ. ഇന്ന് നമ്മളെ കൂടെ ഇല്ല. 5-ാം തീയതി ദർസിന്റെ വാർഷികം നിശ്ചയിച്ചിരുന്നു അദ്ദേഹം, ഫെബ്രുവരി 5-ന്. അതിന്റെ ഒരുക്കത്തിലായിരുന്നു അദ്ദേഹവും കുട്ടികളും. അതിനിടയിൽ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. ഇനി തിരിച്ചു വരാനില്ലാത്ത ലോകത്തിലേക്ക് യാത്ര പോയി. അള്ളാഹുവേ, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പിരിച്ചപ്പെട്ട ആളുകളും അതുപോലെ കുടുംബക്കാരും ഉസ്താദുമാരും ശിഷ്യന്മാരും നമ്മളെയും എല്ലാവരെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇതൊക്കെ ഈ ഭരണം കാണുമ്പോൾ നമ്മുടെയും അവസ്ഥ എപ്പോൾ എന്താകുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല.